പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2013 നവംബർ 16 ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ്. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ, 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ 2000 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി. ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി. ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ A+ ആപ്പിന്റെ വിജയം. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സ് സേവിയറിന്റെ കഴിഞ്ഞ 12 വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന്. ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ. ശരി. All students, please sit down. Next, I happily invite Alex Xavier sir for the keynote address. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഓർക്കുമായിരുന്നു, 21 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത്. അന്നിവിടെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 ബിൽഡിംഗ് മാത്രമേ അന്നുള്ളൂ. താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നുമില്ല. പക്ഷെ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓ തുടങ്ങി, പഴംപുരാണം തുടങ്ങി. എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന, ഇൻസ്പയർ ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിന് നല്ലതൊരു കഥയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച 2001 ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം. ഓ ഫ്രഷ്. ഈ ഗസ്റ്റുകൾ എവിടെ ചെന്നാലും കഥ പറഞ്ഞു ഉറപ്പിക്കുമല്ല. ലോകം വിരൽത്തുമ്പിൽ കിട്ടാത്ത കാലം. ഈ ടൗണിൽ ഇന്റർനെറ്റ് ആകെയുള്ളത് 2 or 3 കടകളിൽ മാത്രം. സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല. iOS-ഉം ആൻഡ്രോയിഡും ഒന്നുമില്ല. നോക്കിയ 3310, അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം. ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം. ആദർശ് മാധവനും അബ്ദു, ഇന്ദു, മുത്തലീബൊക്കെ പഠിച്ച 10C ക്ലാസ് റൂം. ഞാനറിവിയില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി. കേട്ടല്ലോ, കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പഠിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാടമാക്കി വരണം. എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാൻ. അപ്പോൾ ശരി. എടി, ഈ ലക്ഷ്മി മാഷിന്റെ ലക്ഷ്മി നിൽക്കുന്ന അയാളെങ്ങനെ കേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അയാൾ നിന്നെ പറപ്പിക്കും. ഞാൻ വിചാരിച്ച അയാൾക്ക് അറിയായിരിക്കും. മുത്തേ, ഇതെന്താടാ? എന്റെ നജാസേ, ഇത് ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ. 1 വീതം 2 നേരം കഴിക്കണം. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. സത്യം, ഞാൻ എന്റെ ചേച്ചിയോട് ചോദിച്ചതാ, അവളൊന്നും പറഞ്ഞടാ. എടാ, ഞാനും ഇന്നലെ TV കണ്ടടാ. ഇത് വെച്ചിട്ട് ഏത് ചോദിച്ചിക്ക് ചിറകൊക്കെ വന്നു. എന്ത് പരിപാടിയാലേ. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ശക്തി കൂട്ടണമായിരുന്നു, നമുക്കൊന്നുമില്ല. എടാ മണ്ട, അതൊന്നുമല്ല. ആ മുത്ത് വെറുതെ തള്ളണതോ. പിന്നെ നിനക്കതെന്താണെന്നറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് പറ. പൈപ്പിലെ വെള്ളം അല്ലെങ്കിൽ കിണറ്റിന്ന് പോരേണ്ടി വരും. കഴിക്കാൻ പോവാ. അതൊക്കെ മതി, നീ വാ. ഞാൻ കഴിച്ചു അടുത്തൊരു ഫിസിക്സ്. ഓ തരാജ.
ആ പെണ്ണുമ്പിള്ളനെ കാണാൻ എനിക്ക് കല്യാണം. ഹായ് ഇന്ദു, കവിത കലക്കി കേട്ടോ. താങ്ക് യു. ഇന്തെന്ത് രസമായിട്ട് കവിത അല്ലേ, പാട്ട് പാടുന്ന പോലെ ഉണ്ട്. എനിക്ക് കവിതയെക്കാളും കൂടുതൽ ഇഷ്ടം കഥയും നോവലും. എനിക്കും എനിക്കും അതെ. എന്തുറ്റി നശിപ്പിച്ച് സമാധാനമായല്ലോ. ഞാനെന്ത് ചെയ്യാനാ, കുറച്ചും കൂടെ ഒക്കെ ധൈര്യം വേണം. പിടിച്ചേ വാ പോവാ, പ്രേമിക്കാൻ നടക്കുന്ന നാറി. എടാ വേഗം പാടാ, പപ്സ് ചൂടാറുന്നതിന് മുമ്പ് ബേക്കറി എത്തണം. നമുക്ക് ചൂടാക്കാം. പഴയ പോലെ ഓടാ വയ്യടാ. എടാ ചെല്ലടാ, പോയിട്ട് ഞാൻ എന്താ പറയാ. അവളല്ലേ പറഞ്ഞ അവൾക്ക് നോവലൊക്കെ ഇഷ്ടമാണ്. ഈ വയസ്സ് ഏതെങ്കിലും നോവലിനെ പറ്റി പോയി പറടാ. എനിക്ക് നോവലൊന്നും അറിഞ്ഞൂടാ. എന്ത് കുന്തെങ്കിലും പോയി പറ. പോ. ഇന്ദു, എന്താ ആദർശ് മാധവൻ? അത് പിന്നെ ഇന്ദുവിന് ഇഷ്ടപ്പെട്ട നോവൽ ഏതായിരുന്നു? ആദർശ് നോവലൊക്കെ വായിക്കാറുണ്ടോ? ആ പിന്നെ നോവൽ, ചെറുകഥകൾ, കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, അപ്പോ ആദ്യത്തിന്റെ ആദ്യം മറ്റു ചിലരും അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അതാരാ? എം മുകുന്ദന്റെ ആദ്യത്തിന്റെ ആദ്യം മറ്റു ചിലരും. ഇല്ലില്ല, അത് മാത്രം വായിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ഉണ്ടല്ലോ, ഞാൻ അവിടുന്ന് ബുക്കൊക്കെ എടുക്കാറ്. ആദർശയുടെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്തായാലും ആദർശം ഉടനെ തന്നെ വായിക്കണം കേട്ടോ. നാളെ തന്നെ വായിക്കാം. ആ ശരി, നടുപ്പേജ് നോക്കണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ചേട്ടാ 2 ബൂമർ. ഇന്നാ എന്തിനാ ഇത്ര വലിയ മാവട്ടും? അതിന് മാത്രം നടവരൊന്നുമില്ലല്ലോ. കള്ളന്മാർക്ക് ഇപ്പൊ എളുപ്പമായിരിക്കും. എന്റെ സുരേ അങ്ങോട്ട് മാറുക. ശരി ശരി, ആ പുഷ്പാഞ്ജലിയുടെ പ്രസാദമായിട്ട് വാ. ശരി. എന്റെ സുരയല്ല സജി. കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വാവട്ടത്തിന്റെ കാര്യം സീസണായി കഴിഞ്ഞാൽ ആന്ധ്രയെന്നൊക്കെയാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് വരണേ. അവരാണെങ്കിൽ ഈ വലുപ്പുള്ള മാലയാണ് ഊരിയിട്ട് ഭണ്ണാരത്തിലേക്ക് അങ്ങോട്ട് ഇടണേ. സാമ്പത്തികമായിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ ദേവി, കാത്തോണേ. അതിലൊക്കെ എന്ത് കാര്യം എൻ്റെ രാമേട്ട? മരിച്ച തല തെക്കോ വടക്കോ? അതെ, ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഡാ കൊച്ചുണ്ണി, ഇവൻ്റെ എന്തോ പറ്റിയതാ? മേടിക്കാൻ വിട്ടവൻ അടിച്ചു തീർത്ത്. എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കേ. ഇനി ആകെ ഇതേ ഉള്ളൂ. അയ്യോ സാറ് മോനെ ടിറ്റോ. ഓ, എന്താ കോപ്പുറം നിൽക്കുന്ന ഇരിക്ക്. മോനെ ടിറ്റോ, സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇതെൻ്റെ വാക്കാ. പറ, നിൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരെയും പേര് പറഞ്ഞോ? പറയടാ മോനെ. ടിറ്റോ, സത്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞോ? പറയടാ, ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഓണത്തിന് ഷർട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കോപ്പറെ. പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് അടിച്ചു. മാഷെ, എനിക്കറിയാം മാഷെ, നമുക്കെല്ലാ മൂത്തപ്പന്മാരെയും പൊക്കാം. മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തിനാണ് സാർ പോലീസ്? എടാ, സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതെ സാറേ, ഞാനില്ല, എനിക്ക് ഹറാമാണ്. എനിക്കും. ഹറാമാ? എന്നാ ക്ഷമിക്കുക, ഹറാമുള്ളവരൊക്കെ പോകും. നിങ്ങളോ? പറഞ്ഞോ, ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ. അല്ല, ഇവൻ എന്താ ചെയ്യേണ്ട മാഷേ? ഒന്നും ആലോചിക്കാനില്ല, ഡിസ്മിസിൽ അടിച്ചു കൊടുത്തേക്കാം. അല്ല മാഷേ, ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം? നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല. അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം. ഇപ്പം വിട്ടേക്കാം.
ഒന്നും എടുത്തോണ്ട് പോടാ. ശ്ശോ. എടാ ചെറുക്കണേ, ഈ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ. ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ കത്തിക്കോളെ പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ല ഏട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോൾ ഏതൊക്കെ തെങ്ങ പിടിച്ചു തന്നോണം. ഇല്ലല്ലേ, ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം. തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക് പോകും. ഒരു വലിയ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനെയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. ആ സത്യവും. സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. ആ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു 30 രൂപ കൂടി വേണം. മനസ്സിലായല്ലോ? 30 രൂപയോ? പോയിട്ട് 50 രൂപയായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ മെമ്പർഷിപ്പ് തന്ന് പുസ്തകം തന്നേക്കാം. ഏത് പുസ്തകം എന്നാ പറഞ്ഞേ? ആദ്യത്തിൻ്റെ ആദ്യം മറ്റു ചിലരും. ആ അതുണ്ട്. അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്. ചെലവാണ്. എങ്ങനെ ഉണ്ടാക്കി 20 രൂപ അടിച്ചു മാറ്റാൻ പറ്റോ? അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ. എന്തൊക്കെ ഇറങ്ങാനാടാ നീ? ഇതൊക്കെ നോക്കി വെക്കണ്ടേ? പീസ് ബുക്ക്. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ. ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും VPN ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം. ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ്. ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം, സെക്സ് ലിറ്ററേച്ചർ, അതാണ് ആ ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം. ആ നീ കാരണം ഇവിടെ ഒരൊറ്റ 10 പോലും ബാക്കി വരുന്നില്ല. നന്ദി ഉണ്ടറാ. ഇതങ്ങോട്ട് വെക്ക്. ആ സുധീഷേ, നീ എന്താടാ വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഏട്ടാ. അപ്പൊ അവന്മാർക്കൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? ഇവന്മാരൊക്കെ പഠിപ്പിസ്റ്റുകളല്ലേ. പിന്നെ എടാ പിള്ളേരെ, ഉള്ള കാര്യം പറയാലോ. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് 4 കാശ് ഉണ്ടാക്കാൻ നോക്ക്. ഇപ്പം എന്നെ തന്നെ നോക്ക്. ഞാൻ 10ാം ക്ലാസ് തോറ്റ്. അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത്. ഇത് കണ്ടോ, 3310. ഇന്ന് നാട്ടിൽ മൊബൈൽ ഫോണുള്ള 3ാമത്തെ ആളാണ് ഞാൻ. എടാ നിങ്ങളെ ഹെഡ്മാഷൊക്കെ ഉണ്ടടാ മൊബൈൽ ഫോണ്. അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. അതെ, റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ. അത് ടൗണിലേ ഉള്ളൂ. ഒന്ന് കട നോക്കിക്കോളണേടാ. ഒരുവൻ മുതലാളി. എന്തായി കിട്ടിയോ? 20 രൂപയിൽ 5 പൈസ കുറച്ച് തരൂല അയാൾ. പിന്നെ അയാളുടെ ഒടുക്കത്തെ കുറെ നിയമങ്ങൾ. കാളി പിടിക്കായിരുന്നില്ലേ? ആ നെക്സലിന്റെ ഹിസ്റ്ററിയൊക്കെ നിനക്ക് അറിയാമല്ലോ. ഞാൻ പേടിച്ച് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. മാത്രമല്ല കുറെ പൊറട്ട കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചോദിക്കണ പൈസക്കാണ് അവന്മാർ എടുത്തോണ്ട് പോകണം. എടാ മുത്തേ, നീയും കൂടെ ഒരു 5 രൂപ ഇട്ട 15 രൂപയാണ്. ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. പിന്നെ എനിക്ക് വട്ടല്ലേ, ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഉണ്ടാക്കളേ. ആ ഒരു പാക്കറ്റ് അച്ചപ്പം. അരുണേ എത്രയും മോനെ? 20 രൂപ. ഇതാ
നിങ്ങളുടെ പത്തിങ്ങതാ. 20 പകരം നമുക്ക് 200 ഉണ്ടാക്കാം. ബിസിനസ്. എത്ര കാശ് ലോൺ എടുത്തിട്ടാ നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് നിനക്കറിയോ? അങ്ങേര് അയച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. 1 മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാ അവൻ്റെ ഒരു വായനശാല. മിണ്ടാതിരുന്നോണം അവിടെ. നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്ക. 10ാം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ വിശ്വസാഹിത്യത്തിലെ നോവലൊക്കെ വായിക്കണം. എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറ. അല്ല പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക്? വഴക്കൊന്നുമില്ല ചേച്ചി. ഇവനിപ്പോ വായനശാല മെമ്പർ ആവാൻ 30 രൂപ കൊടുക്കണമെന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട്. പഠിക്കണ പുസ്തകം അവൻ മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല. അപ്പോഴാ ഒരു നോവല്. എന്താണ് അപ്പോ പെട്ടെന്നൊരു വായനാശീലമൊക്കെ? അത് പിന്നെ ചേച്ചി വായനാതിന്റെ മുമ്പേ 5 ബുക്കെങ്കിലും വായിക്കണം എന്നാ മാഷ് പറഞ്ഞു. അതാ. ഓ പിന്നെ മര്യാദയ്ക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ. അപ്പോഴാ 5 ബുക്ക്. നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ? ആ മതി. എന്നാ വല്ലതും കഴിച്ച് വീട്ടിലേക്ക് വാ. സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചുതരാം. അവക്കാടെ മെമ്പർഷിപ്പ് ഉണ്ട്. നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് എഴുതി അവക്ക് കൊടുത്താൽ മതി. അവളെടുത്ത് തരും. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി. അവള് BA ക്കല്ലേ പഠിക്കുന്നത്. അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നെ ടാർസം കഥകളല്ലേ BA മലയാളത്തിന്. നീ വന്നാട്ടാ. ഞാൻ വന്ന കാര്യം മറന്നുപോയി രമേ. എന്താ ചേച്ചി? കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കാൻ. തരാ.